മാസപ്പടി കേസിലെ SFIO കുറ്റപത്രത്തിനൊപ്പം രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെട്ട ഡയറിയും CMRL ഉദ്യോഗസ്ഥരുടെ ഡയറിയിലുള്ള പേരുകളാണ് കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ സമർപ്പിച്ചത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ 160-ൽ അധികം പേജുകളുണ്ട്. CMRL ഓഫീസിലെ റെയ്ഡിനിടെ രേഖകൾ SFIO പിടിച്ചെടുത്തിരുന്നു. നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, കൂടുതൽ വിവരങ്ങൾ. തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് SFIO കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കുറ്റപത്രത്തിനൊപ്പമാണ് ഈ CMRL ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത ചില ഡയറികളും സമർപ്പിച്ചിട്ടുള്ളത്. ഈ CMRL ഓഫീസിലെ റെയ്ഡിനിടെ കഴിഞ്ഞ വർഷം എറണാകുളത്ത് നടന്ന റെയ്ഡിനിടെയാണ് SFIO ഇത്തരത്തിലുള്ള രേഖകളും ഡയറികളും പിടിച്ചെടുത്തിട്ടുള്ളത്. ഇന്നലെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിനൊപ്പമാണ് ഇത്തരത്തിൽ ഡയറിയും സമർപ്പിച്ചത്. നേരത്തെ തന്നെ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദം ഈ കേസിൽ ഉയർന്നിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റിന്റെ കണ്ടെത്തൽ, അതായത് ഇത് CMRL എക്സാലോജിക്കുമായി മാത്രമുള്ള കരാറല്ല, പല രാഷ്ട്രീയ നേതാക്കളുമായി വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നും പല സ്ഥാപനങ്ങൾക്കും പണം നൽകിയിരുന്നുവെന്നും നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. 135 കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്നായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. അതിന് പിന്നാലെയാണ് ഈ സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയായ SFIO കഴിഞ്ഞ ജനുവരിയിൽ ഈ കേസ് ഏറ്റെടുക്കുന്നത്. അതിനു മുമ്പ് തന്നെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് കൂടാതെ ROCയും ഇതിൽ അന്വേഷണം നടത്തിയിരുന്നു. ഈ കേസ് ഏറ്റെടുത്ത ഉടൻ തന്നെ എറണാകുളത്തെ CMRL ഓഫീസിലടക്കം SFIO വലിയ തോതിലുള്ള റെയ്ഡുകൾ നടത്തിയിരുന്നു. ഈ റെയ്ഡിലാണ് ഈ CMRL ഉദ്യോഗസ്ഥരുടെ രേഖകളും ഡയറികളും SFIO പിടിച്ചെടുത്തത്. ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എത്രത്തോളം തുക നൽകിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഡയറികളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ സമർപ്പിച്ച കുറ്റപത്രത്തിനൊപ്പമാണ് ഇത്തരത്തിലുള്ള ഡയറികളും രേഖകളും കൂടി SFIO സമർപ്പിച്ചിട്ടുള്ളത്. ധന്യ.